പാട്ട് പാടിക്ക. ചക്കരേ ഇവിടെ ഇവിടെ പാട്ട് പാടിക്ക. ആ പാടിക്ക പാടിക്ക പാട്. ആ പിന്നെന്താ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെ കുട്ടിയോട് പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. ചിലപ്പോൾ കൂടുതൽ പാട്ട് എന്നൊക്കെ എന്തൊക്കെയോ പറയും, പാട്ടൊക്കെ പാടും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എനിക്ക് പനിയാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുമ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പനിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ പനിക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയി നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ്, പൊതു ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മുടെ അവിടെ പോയപ്പോൾ ഗുളികയൊക്കെ തന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ പോയത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് ബെറ്റർ ആയപ്പോഴാട്ടോ വീഡിയോ എടുക്കണത്. പിന്നെ പനി വന്നാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, ഒരു 10 ദിവസമെങ്കിലും ചുരുങ്ങിയത് കഴിയാണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബെറ്റർ ആവില്ല. അപ്പോൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു, ഭക്ഷണം കൊടുക്കാറായി. അപ്പോൾ അങ്ങനെ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം വർക്ക് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ദിവസം ഒന്നും പറയാനൊന്നുമില്ല, ഒരു 2 ദിവസം വർക്ക് ഉണ്ടായിരുന്നു. 2 ദിവസം വർക്കിന് പോയപ്പോഴേക്കും സെൻറ്ററിങ് ആയിരുന്നു കേട്ടോ. 2 ദിവസം വർക്കിന് പോയപ്പോഴേക്കും 3-ാമത്തെ ദിവസം കാണിച്ച പനിയും പിടിച്ചു. 3-ാമത്തെ ദിവസം ഒരു ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. ആദ്യം തൊണ്ടവേദനയിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഈ പൊടിയും പടലങ്ങളൊക്കെ ആവണ കാരണം റോഡ് പണിയൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പനി പിടിച്ചപ്പോൾ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തൊണ്ടവേദനയിൽ തുടങ്ങിയപ്പോൾ എന്തായി, പിന്നെ ശരീരം വേദനയായപ്പോൾ നേരെ അത് പനിയിലേക്കുള്ള ലക്ഷണമായി. പനി തുടങ്ങിയപ്പോൾ എന്തായി, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ 3-ാമത്തെ ദിവസം ഒന്ന് ലീവാക്കി, എങ്ങനെയുണ്ട് പനി നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ശരീരത്തിനൊരു ഇതില്ലയെന്ന് കണ്ടപ്പോൾ കുഴപ്പമില്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പണിക്ക് പോയപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് പനി വന്നു. ഉച്ചയ്ക്ക് അവിടെ റെസ്റ്റ് ഉണ്ടല്ലോ പണിസ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് മയങ്ങിയപ്പോൾ തന്നെ കുറേ ശരീരം ഇങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയും വൈകുന്നേരം ആക്കണ്ടേ, ഏതായാലും വന്നില്ല വെച്ചിട്ട് നമ്മൾ അങ്ങനെ പണിയെടുത്തതിന് ശേഷം നല്ല വെയിലുണ്ടായിരുന്നു. വെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയും വേണ്ട, പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പണിക്ക് പോയി. വൈകുന്നേരത്ത് വന്നപ്പോഴേക്കും ഒരു വിധം പനി നല്ലതായി. അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ബുധനാഴ്ച ഞാൻ ലീവാക്കി. പിന്നെ വ്യാഴാഴ്ച മറ്റേ ഹോസ്പിറ്റലിൽ പോയി. തിങ്കൾ ചൊവ്വ ബുധൻ. അപ്പോൾ അങ്ങനെ അതായത് 2 ദിവസം പണിക്ക് പോയി, 3-ാമത്തെ ദിവസം ലീവ്, 4-ാമത്തെ ദിവസം പണിക്ക് പോയി, പിന്നെ 5-ാമത്തെ ദിവസം ലീവാക്കി ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ 5-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയി. പിന്നെ 6ഉം 7ഉം ലീവാക്കി. അപ്പോൾ അത് തൊട്ട് ഇന്നേ വരെ ലീവാണ്. ഇപ്പോൾ 2-3 ദിവസമായി ലീവായിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ, അതായത് നാളെ മുതൽ പോകണിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്ഥിരം അങ്ങനെ വർക്കൊന്നുമില്ല. ഇപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഫുള്ള് ഡിമ്മാണ്, എല്ലായിടത്തും എല്ലാ മേഖലയിലും ഇപ്പോൾ ഫുള്ള് ഡിമ്മാണ് വർക്ക്. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കണം. പക്ഷെ നമുക്ക് കാണിച്ചാൽ ഈ നമ്മുടെ നാടൊന്നും വിട്ട് പോകാൻ തോന്നണില്ല. കാരണം നമ്മുടെ വൈകുന്നേരത്ത് വന്ന കുട്ടിയുടെ ഒപ്പം കളിക്കാമല്ലോ എന്നുള്ള ആശ്വാസത്തോടു കൂടി ഞാനിങ്ങനെ വരികയാണ്. പക്ഷേ എന്താ ചെയ്യുക. അപ്പം അങ്ങനെ കുട്ടിക്ക് ഒരു പാട്ട കിട്ടിയിട്ടുണ്ട്. പാട്ട കിട്ടിയപ്പോൾ കുട്ടി അതിങ്ങനെ രാരീരം പാടിയിട്ട് ഉറക്കുകയാണ്. നല്ല രസമാണ്. കുട്ടി
അമ്മച്ചി ക്ഷീണിച്ച്. പിന്നെ ഞാൻ അതാ ഒരു പൂവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പ ഉണ്ടായിരുന്നു. ആ ഡപ്പ മുറിച്ചിട്ട് വെള്ളക്കുപ്പിയുടെ ഡപ്പ മുറിച്ചിട്ട് അങ്ങനെ കടലാസ് കൊണ്ടൊക്കെ ആക്കി പേന കൊണ്ടൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നീല കളറിൽ ഇതാക്കിയിട്ട് പൂവ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോസും ഈ പൂവൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കുട്ടി ആദ്യമൊന്നും കട്ടിൽ നിന്ന് ഇറങ്ങാൻ അറിഞ്ഞിരുന്നില്ല എന്നല്ല, പേടിയായിരുന്നു. പിന്നെ ഇപ്പോൾ തന്നെ കട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. പനിയൊക്കെ ഒന്ന് മാറ്റം ബെറ്റർ ആവട്ടെ.